Hi everyone, welcome back to Alex E Academy. ഈ ലെക്ചറിൽ നമ്മൾ ടോർഷൻ ഓഫ് ഷാഫ്റ്റിൻ്റെ രണ്ട് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. എ ഹോളോ ഷാഫ്റ്റ് ഓഫ് diameter ratio 3/8, that is internal to outer dia. അപ്പോൾ di divided by d നോട്ടിൻ്റെ റേഷ്യോ ആണ് 3/8. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. is to transmit a power 375 kilowatt at 100 rpm. അപ്പോൾ പവറും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എന്നും തന്നിട്ടുണ്ട്. ദ മാക്സിമം ടോർക്ക് ബീങ് 20% ഗ്രേറ്റർ ദാൻ മീൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ടി മാക്സിമം ഇസ് ഈക്വൽ ടു 20% ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ 1.2 ടൈംസ് ടി മീൻ. ഏതാണ് ടി മീൻ? ടി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടി ആണ് ടി മീൻ വാല്യൂ. അത് കഴിഞ്ഞ് നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ, ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ടി മാക്സിമം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ വർക്കൗട്ട് ചെയ്തായിരുന്നു. നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. ദ ഷിയർ സ്ട്രെസ് ഇസ് നോട്ട് ടു എക്സീഡ് 60 Nm/mm² ആൻഡ് ട്വിസ്റ്റ് ഇൻ എ ലെങ്ത് ഓഫ് 4 meter നോട്ട് ടു എക്സീഡ് 2 degree. അപ്പോൾ ടോ വാല്യൂ 60 Nm/mm²ഉം തീറ്റ വാല്യൂ 2 degree ആണ്. ലെങ്ത് ക്യാപിറ്റൽ L is equal to 4 meter. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ. DIയും D നോട്ടും കണ്ടുപിടിക്കുക. സാറ്റിസ്ഫൈങ് ബോത്ത് ദ കണ്ടീഷൻ. ഏതൊക്കെ? ടോയും തീറ്റയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. അസ്യൂമിങ് മോഡുലസ് ഓഫ് റിജിഡിറ്റി C is equal to 0.87 × 10⁵ Nm/mm². ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം. ഗിവൺ ഇന്റേണൽ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ ഡയമീറ്റർ is equal to 3/8. അപ്പോൾ നമുക്ക് എഴുതാം ഇന്റേണൽ ഡയമീറ്റർ is equal to 3/8 into external diameter. Power is equal to 375 kilowatt, which is equal to 375 × 10⁵ watts. N is equal to 100 rpm. rpm എന്ന് വെച്ചാൽ rotation per minute. Maximum torque is equal to 20% more than T minimum. Sorry, T mean. So T max is equal to 1.2 times T mean. L is equal to 4 meter, which is 4000 mm. Theta is equal to 2 degree. അപ്പോൾ ഡിഗ്രി നമ്മൾ റേഡിയൻസ് ആയി ചെയ്യാൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു π/180 ചെയ്യുക. അപ്പോൾ 2 × π/180 ഇത്രയും റേഡിയൻസ്. C is equal to modulus of rigidity is equal to 0.85 × 10⁵ Nm/mm². ഇത്രയാണ് നമ്മൾ ഗിവൺ ഡാറ്റയിൽ തന്നിരുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? പവറിന്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് പവർ ആക്ടിംഗ് ഓൺ എ ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു 2π/nt divided by 60, where power is in watts, n is in rpm, t is in Newton meter. അപ്പൊ ഇതിനകത്ത് നമുക്ക് ടി കണ്ടുപിടിക്കാം. അപ്പൊ ടീന് മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ എങ്ങനെയോ 60t divided by 2π. n 60 × p എന്ന് പറയുമ്പോൾ 375 × 10⁵ divided by 2π × n എന്ന് പറഞ്ഞാൽ 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ T കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്ന T, അതായത് പവറിന്റെ ഇക്വേഷനിലുള്ള T ടോർക്ക് എന്ന് പറഞ്ഞാൽ മീൻ ടോർക്ക്. ഓക്കെ, അപ്പൊ മീൻ ടോർക്ക് Tm is equal to 35810 ന്യൂട്ടൺ മീറ്റർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1.2 ടൈംസ് മീൻ ടോർക്ക്. Therefore 1.2 into ഈ കിട്ടിയേക്കുന്ന വാല്യൂ 35810 സോൾവ് ചെയ്യുമ്പോൾ 42,972 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. എന്ത് ചെയ്യാം? മീറ്ററിനെ എംഎമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁵. അപ്പോൾ T maximum is equal to 42972 × 10⁵ ന്യൂട്ടൺ mm. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, T മാക്സിമം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് ഏതാണ്? ടോ ഇസ് ഈക്വൽ ടു 60 ആവുമ്പോഴും തീറ്റ ഇസ് ഈക്വൽ ടു, അതായത് ആംഗിൾ ഓഫ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 2 degree ആവുമ്പോൾ ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. അതിനകത്ത് ഏതാണോ ആ ഷാഫ്റ്റിന് സ്യൂട്ടബിൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ടോയുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു ഡി കിട്ടും, തീറ്റയുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു ഡി കിട്ടും. ഇതിനകത്ത് ഏത് ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഹയർ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ കേസ് 1
ഡയാസ് എന്ന് വെച്ചാൽ ഈ ഒരു ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ടർ ഡയ ഇന്നർ ഡയ വെൻ ടോ ഇസ് ഈക്വൽ ടു 60. ഈ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം maximum torque is equal to pi by 16 tau d naught raised to 4 minus da raised to 4 whole divided by d naught. ഇതെന്തിനാണ്? ഹോളോ ഷാഫ്റ്റിന്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് T maximum ഇപ്പൊ കിട്ടിയായിരുന്നു 42972 into 10 raised to 3 which is equal to pi by 16 tau. Tau എത്രയാണ്? 60 ആണ് tau into d naught raised to 4 minus di ക്ക് നമ്മൾ എങ്ങനെ എഴുതാം? നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് di എന്ന് പറഞ്ഞാൽ 3/8 d naught ആണ്. അപ്പൊ 3/8 d naught raised to 4 divided by d naught. ഇനി ഇതിന്റെ അർത്ഥം നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ടേം മാത്രം ഞാൻ റൈറ്റ് ഇട്ടു, ബാക്കി എല്ലാം ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും. എന്നാണ് ഇവിടെ ഡിനോമിനേറ്റർ കിടന്ന് വെച്ചാൽ 16 ഇവിടെ ചെല്ലുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. ഇവിടെ ന്യൂമറേറ്റർ കിടന്ന് വെച്ചാൽ 5 into 16 ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ടേം is equal to ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് d naught ഇവിടെ കോമൺ ആണ് അല്ലെ. d naught raised to 4 d naught raised to 4 ഇവിടെ കോമൺ ആണ്. അത് ഞാൻ ന്യൂമറേറ്ററിന് പുറത്തേക്ക് എടുത്തു, ഡിനോമിനേറ്ററിൽ d naught പുറത്തേക്ക് എടുത്തു. ബാക്കി ഇതെന്ത് വരും? 1 minus 3/8 raised to 4. അതിൽ 3 raised to 4 ന്റെ വാല്യൂ 81, 8 raised to 4 ന്റെ വാല്യൂ 4096. എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്ത് ഒരു d naught ക്യാൻസൽ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് d naught എഴുതി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഈ ടേം ഇവിടെ വരും -81 all divided by 4096. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4015 divided by 4096. ഇനി ഇതിന്റെ അർത്ഥം എന്തെഴുതാം? നമുക്ക് വേണ്ടത് d naught ക്യൂബ് ആണ്. അപ്പൊ d naught ക്യൂബ് മാത്രം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം, ബാക്കിയെല്ലാം ഞാൻ പത്ത് സൈഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിന്റെ അകത്ത് d naught എഴുതാൻ വേണ്ടി എന്താണ്? d naught ക്യൂബിന്റെ വാല്യൂ ഇതാണെങ്കിൽ d naught ന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് റേസ് ടു 1/3 ആയിരിക്കും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് d naught is equal to 154.97 ആണ്, which is approximately equal to 155 mm. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇന്റേണൽ ഡയമീറ്റർ is equal to 3/8 ഔട്ടർ ഡയമീറ്റർ. അപ്പോ ഇന്റേണൽ ഡയമീറ്റർ di is equal to 3/8 times d naught. d naught എന്താണ്? 155. സോൾവ് ചെയ്യുമ്പോൾ 58.1 mm. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ഡയമീറ്റർ 155 കിട്ടി, ഇന്റേണൽ ഡയമീറ്റർ 58.1 mm കിട്ടി. ഏത് കണ്ടീഷൻ വെച്ചിട്ട്? ചോയുടെ കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കേസ് നമ്പർ 1. ഇനി അടുത്ത കേസ് നമ്പർ 2 നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ is equal to 2 ഡിഗ്രി ആകുമ്പോൾ ഡയമീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ഡയമീറ്റേഴ്സ് വെൻ തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് is equal to 2 ഡിഗ്രി. അപ്പോ കേസ് 2 ഡയമീറ്റേഴ്സ് വെൻ തീറ്റ is equal to 2 ഡിഗ്രി. നമുക്ക് എന്തുണ്ട്? ടോർഷണൽ ഇക്വേഷൻ നമുക്കുണ്ട്. T/J is equal to C theta by L is equal to tau by R. ഇതിന്റെ അത് ഏതെടുത്താൽ മതി? ഫസ്റ്റ് ഹാഫ് എടുത്താൽ മതി. T/J is equal to C theta by L എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇതിനകത്ത് T എന്ന് പറയുന്നത് T maximum ആണ് 42972 into 10 raised to 3 J. J എന്ന് വെച്ചാൽ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ, ഹോളോ സർക്കിൾ ആണെങ്കിൽ അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? pi/32 d naught raised to 4 minus da raised to 4. y/32 d naught raised to 4 minus da raised to 4 is equal to C theta. C എന്ന് പറഞ്ഞാൽ 0.8 into 10 raised to 5. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തീറ്റ 2 ഡിഗ്രി ആണ്, അതിനെ റേഡിയൻസിലേക്ക് മാറ്റുമ്പോൾ 2 into pi/180 divided by length 4000. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ടേംസിന് d naught raised to 4 minus da raised to 4 മാത്രം റൈറ്റിലേക്ക് കൊണ്ടുപോകാം, ബാക്കി എല്ലാ ടേംസും ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോ ഇത് ഇതുപോലെ തന്നെ ഇവിടെ വരും, തീയുടെ വാല്യൂ അതുപോലെ വരും. പിന്നെ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ കിടന്നിട്ട് 4000 മുകളിലേക്ക് വരും, 4000 മുകളിലേക്ക് വരും. ഇനി pi/32 എന്ന് പറഞ്ഞാൽ 32 ഡിനോമിനേറ്റർ വരും, 30 ഹോൾ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ വരും. ഇനി ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്റർ അതേപോലെ 0.87 0.85 into 10 raised to 5 into radius 2 into pi/180 is equal to ഈ ടേം ആണ് മുകളിലേക്ക് വരുന്നത്. d naught raised to 4 minus da raised to 4. ഇത് തൊട്ട് മുമ്പ് നമ്മൾ സോൾവ് ചെയ്യുന്ന പോലെയാണ്. d naught raised to 4 minus di equivalent 3/8 into d naught raised to 4. ഇനി d naught raised to 4 minus 3 raised to 4 എന്ന് പറഞ്ഞാൽ 81, 8 raised to 4 എന്ന് പറഞ്ഞാൽ 4096 d naught raised to 4. ഓക്കെ, ഇനി വീണ്ടും ഈ ടേം അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് d naught raised to 4 ഞാൻ പുറത്തേക്ക് ഇട്ടു. ബാക്കി എന്ത് വരും? 1 minus 81 by 4000
96. തൊട്ട് മുമ്പ് ചെയ്ത അതേ കാൽക്കുലേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ d naught raised to 4 into 4050 divided by 4096. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇതിൻ്റെ അത് d naught raised to 4 ആണ് നമുക്ക് വേണ്ടത്. d naught raised to 4 മാത്രം ഒരു സൈഡ് ഇടുക, ബാക്കി ഈ എഴുതിയിരിക്കുന്ന അതേ ടേം പുറത്തോട്ട് വരും. എക്സ്ട്രാ വരും, ഇത് ന്യൂമറേറ്ററിൽ പോകും 4096, ഇത് ഡിനോമിനേറ്ററിൽ വരും 4050. ഓക്കെ, അപ്പൊ d naught raised to 4ന്റെ വാല്യൂ ആണ് ഇത്. ഇതിനകത്ത് d naught എന്ത് ചെയ്യാം, raised to 1/4 വെച്ച് മൾട്ടിപ്പിൾ raised to എടുക്കും. അവിടെ d naught is equal to 156.65 കിട്ടും, which is approximately equal to 157. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇന്റർണൽ ഡയമീറ്റർ is equal to 0.3/8 into d naught. സോൾവ് ചെയ്യുമ്പോൾ 59 കിട്ടും. ഓക്കെ, അപ്പൊ കേസ് 1ൽ നമുക്ക് 155ഉം കേസ് 2ൽ നമ്മൾ 157 ആണ് കിട്ടിയത്. അപ്പൊ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഏതാണ്, ഏറ്റവും വലിയ ഡയമീറ്റർ ആണ്. രണ്ട് കേസും സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനകത്ത് ഏത് വേണം സെലക്ട് ചെയ്യാൻ, സ്യൂട്ടബിൾ. ഈ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സെന്റൻസ് കൂടി എഴുതുക. We got two diameters each, out of which we will be selecting the higher value which will satisfy both the condition, that is tau is equal to 60 Newton per mm square and angle of twist is equal to 2 degree. എന്നിട്ട് എന്ത് എഴുതുക, therefore the diameters of the shaft is outer diameter d naught is equal to 157 mm and inner diameter di is equal to 59 mm. Okay, so ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 75 kW പവർ അറ്റ് 200 RPM. കാൽക്കുലേറ്റ് ദ ഷാഫ്റ്റ് ഡയമീറ്റർ if the twist in the shaft is not to exceed 1 degree in 2 meters length of shaft and the shear stress is limited to 50 Newton per mm square. Take C is equal to 1 into 10⁵ Newton per mm square. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പവർ ക്യാപിറ്റൽ P 75 kW ആണ്, അതായത് P is equal to 75 into 10⁵. ഇനി ക്യാപിറ്റൽ N is equal to 200 RPM. കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, ക്യാപിറ്റൽ D ആണ് കണ്ടുപിടിക്കേണ്ടത്. വേർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ഡിഗ്രി ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ 1 into π/180 അത്രയും റേഡിയൻസ്. അതേപോലെ ലെങ്ത് ക്യാപിറ്റൽ L ഇസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്, 2 into 10⁻³ mm. ഇതാണ് ലെങ്ത് തന്നിരിക്കുന്നത്. ആൻഡ് ദ ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു 50 Newton per mm square and C is equal to 1 into 10⁵ Newton per mm square. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് P is equal to 2πNT/16, ഇതിൽ നിന്ന് T കിട്ടും, ടോർക്ക് കിട്ടും. ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോർ എ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ π/16 ടോ dq. ഇവിടെ നിന്ന് നമുക്ക് ഡിയും കിട്ടും. ഇതാണ് കേസ് നമ്പർ 1. കേസ് നമ്പർ 1ൽ നിന്ന് ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഡി കിട്ടും. പിന്നെ നമുക്ക് എന്തറിയാം, ടോർഷണൽ ഇക്വേഷനായിട്ട് T/J is equal to C⁻⁴L യൂസ് ചെയ്യാം. അവിടെ നിന്ന് J എന്ന് പറഞ്ഞാൽ π/32 d⁴ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡി കിട്ടും. ഈ രണ്ടാം ഡിയിലും ഏറ്റവും ചെറിയ ഡി വേണം നമ്മൾ സ്യൂട്ടബിൾ ഡയമീറ്ററായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ സ്യൂട്ടബിൾ ഡയമീറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സോഫാർ ഇതിനു മുമ്പുള്ള ലെക്ചേഴ്സിൽ ടോർഷണൽ ഇക്വേഷനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി ഞാൻ ഈ ഒരു പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.